എപ്പിസോഡ് നമ്പർ 78, ഡേ 77. ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സംശയം വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും സംശയം ആണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ഇതിലും ഭേദം നമ്മുടെ ബ്ലോക്ക് ഡാഡി മോളെ കാണാൻ വന്ന സമയത്ത് കപ്പൂടെ ബ്ലോക്ക് ഡാഡിയുടെ കൈ കൊടുത്തങ്ങ് വിടുന്നതായിരുന്നു. കാര്യം വെച്ചിട്ട് ഫിനാലെ ആകുമ്പോഴത്തേക്ക് അവരിഞ്ഞ് കൊണ്ടുവന്നേനെ. അന്നേരം പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് മോക്ക് കൊടുത്താൽ മതിയായിരുന്നു. മുല്ലപ്പൂവിനെ വെളുപ്പിക്കാവുന്നതിൻ്റെ മാക്സിമം അങ്ങേയറ്റം ഇന്നത്തെ എപ്പിസോഡിൽ വെളുപ്പിച്ച് നല്ല ചുഞ്ചരി കുട്ടിയാക്കി വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ വന്ന് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമ്പം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മുല്ലപ്പൂവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ്. എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് മുല്ലപ്പൂവിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ്. എല്ലാം തുടങ്ങുന്നത് മുല്ലപ്പൂ. കാര്യം എന്ന് വെച്ചാൽ മുല്ലപ്പൂവിൻ്റെ മുഖം മാത്രം ആൾക്കാർ കണ്ടാൽ മതി. മുല്ലപ്പൂവിൻ്റെ മുഖം, മുല്ലപ്പൂവിൻ്റെ വോയിസ്, മുല്ലപ്പൂവിൻ്റെ കണ്ടൻറ്റ്, വേറെ ആരും കാണണ്ട. ലാലേട്ടൻ എന്ന് വന്ന ആദ്യം തന്നെ നമ്മുടെ ജിൻഡോ, അൻസിബ, ജാസ്മിൻ അവരുടെ ഇടയിൽ നടന്ന ഒരു കോൺവെർസേഷൻ എടുത്തങ്ങോട്ടിട്ട്. സാധാരണ എപ്പിസോഡുകളിൽ ഇങ്ങനെയുള്ള കോൺവെർസേഷനൊന്നും എടുത്തിടേണ്ട ആവശ്യമില്ല. എന്തോരം കാര്യങ്ങൾ അവർ സംസാരിക്കുന്നു, ഇതൊക്കെ എടുത്തിങ്ങനെ അനലൈസ് ചെയ്ത് സംസാരിക്കാറുണ്ടോ? ഇവിടെ ജിൻ്റെ കാര്യമാണ്. അൻസിബ അന്ന നോമിനേഷനിൽ നോറയ്ക്ക് വേണ്ടി വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അൻസിബ സേഫായി പോയേനെ. ഇനിയെങ്കിലും മനസ്സിലാക്കിയോ, സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കത്തില്ല. സാക്രിഫൈസ് ചെയ്ത് നേരത്തെ ഒരുത്തും പോയായിരുന്നു. ആരാ? നമ്മുടെ ചപ്രിക്കുട്ടൻ നമ്മുടെ പവർ റൂം അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങിയത് ആൾക്കാരെടുത്ത് വെളിയിൽ കളഞ്ഞ്. അപ്പം സാക്രിഫൈസ് ചെയ്യാൻ നിൽക്കരുത്, പെട്ടിങ് കിടക്കെ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകേണ്ടി വരും. ഈ വട്ടം 2 പേരാണ് സാക്രിഫൈസ് ചെയ്തതിൻ്റെ പേരിൽ പുറത്തു പോയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ എപ്പിസോഡ്. എനിക്ക് സീരിയസ്ലി ഈ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് ഇപ്പം ഒട്ടും താല്പര്യമില്ല. കാര്യം ഒരു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ല, നല്ല ടാസ്കുകളില്ല, അറ്റ്ലീസ്റ്റ് എന്താ പറയുക, കണ്ടിരിക്കാൻ ഒരു അടി പോലും ഇപ്പോൾ ഇല്ല, നല്ലൊരു അടി പോലും ഇല്ല. 24/7 മുല്ല, നോറ ഈ പരിപാടിയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും കണ്ടിരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വെറും ബോറ് ചവർ എപ്പിസോഡ്സാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ഞാൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. അപ്പോൾ ശരി, എങ്കിൽ ബൈ.